ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയുടെ വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഴപ്പിണ്ടിയൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മസൂർ ദാല്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെയാണ്. ഞാൻ വാഴപ്പിണ്ടി ചെറുതായി കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൽ ഇട്ട ശേഷം അതിലേക്ക് മസൂർ ദാൽ ചേർത്ത് കൊടുക്കുകയാണ്. മസൂർ ദാൽ പെട്ടെന്ന് വേകുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇടാൻ പറ്റും. മറ്റ് പരിപ്പാണെങ്കിൽ വേറെ ആദ്യം വേവിക്കേണ്ടി വരും. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള സവാള, ഉണക്കമുളക്, നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നാളികേരം ചിരകിയത് ഇതിലേക്ക് നമുക്ക് അല്പം ജീരകവും പിന്നെ വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാനായിട്ടാണ്. പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ആ സമയത്തിന് ഞാൻ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കപ്പ ഇല്ലേ, അപ്പോൾ പാനിലെ സവാളയൊക്കെ മുരിഞ്ഞ് നന്നായി വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി വാട്ടി അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പിണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. പിണ്ടിയും കപ്പയും മസൂർ ദാലും ചേർത്തുള്ള ഒരു കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്കത് ചായക്കൊപ്പം കഴിക്കാം, പിന്നെ ചോറിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.